എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു റീയൂസ് ഐഡിയ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ കേടായിട്ട് മോട്ടറൊക്കെ കത്തിപ്പോയിട്ടോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റാതെ ഇരിക്കുന്ന പെഡസ്റ്റൽ ഫാനോ അല്ലെങ്കിൽ സീലിംഗ് ഫാനൊക്കെ കാണും. അപ്പോൾ നമ്മൾ സാധാരണ അത് ആക്രിക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അത്ര വലിയ പൈസ ഒന്നും കിട്ടില്ല അത്, എന്നാലും പിന്നെ വീട്ടിൽ സ്ഥലം ഒഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കും. അപ്പോൾ അതിന് ഒരു റീയൂസ് ഐഡിയ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എന്നാൽ ഇനി അധികം പറഞ്ഞൊന്നും നീട്ടുന്നില്ല, ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഈ ഫാനൊന്ന് അയച്ചെടുക്കാം. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഞാൻ ഈ ഫാൻ ശരിയാക്കുമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പോയിക്കോളൂ. ഇത് ഞാൻ ശരിയാക്കാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കത്തിപ്പോയിട്ടുണ്ട്. അത് നന്നാക്കാനായിട്ട് ചോദിച്ചപ്പോൾ കുറേ പൈസ പറഞ്ഞു അവർ. അപ്പോൾ എന്തായാലും ഇത് നന്നാക്കണേക്കാൾ നല്ലത് പുതിയത് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പുതിയത് വാങ്ങി. അപ്പോൾ ഇത് ഉപയോഗമില്ലാണ്ട് കുറേ നാളായിട്ടൊരു മുക്കിലിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു റിങ്ങിൻ്റെ സൈഡിലുള്ള ഈ ഒരു സ്ക്രൂ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ആ റിങ് അങ്ങോട്ട് നീക്കിയിട്ട് അതിൻ്റെ ആ ഒരു ഫ്രണ്ടിലത്തെ ഗ്രില്ല് നമുക്ക് ഇവിടെ ഊരിയെടുക്കാൻ പറ്റും. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഓരോരോ പാർട്സ് ആയിട്ട് ഇങ്ങോട്ട് ഊരിയെടുക്കാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ക്ലീനിങ് വീഡിയോ ഞാൻ പണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടാൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇനി ഇതിൻ്റെ ആ ഒരു സെൻറ്ററിൽ കാണുന്ന ഈ ഒരു ഭാഗമല്ലേ, ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തിരിക്കല്ല, ആദ്യം നമ്മൾ ആ ലീഫ് ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഈ സെൻറ്റർ ഭാഗം മാത്രം തിരിച്ചു കഴിഞ്ഞാൽ അതും ഇങ്ങനെ ഒരു സ്ക്രൂ പോലെ ഇങ്ങോട്ട് ഊരിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ആ ഒരു ലീഫും കൂടെ ഊരിക്കഴിഞ്ഞാൽ ബാക്കിലുള്ള ആ ഗ്രില്ലിൻ്റെ ഭാഗവും ഊരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കാണിക്കണില്ല, നമുക്ക് കണ്ടോ ഇതുപോലെ ഇങ്ങനെ തിരിച്ചാൽ മതി, അതറിയാവുന്നല്ലേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഒരെണ്ണം വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇനി ഇതെന്താ ഇത് വെച്ച് ചെയ്യാമെന്നാവുമ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് വരാം. ഇപ്പോൾ ഇതേ സംഭവം ഞാൻ ഊരിയെടുത്ത് പൊടിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 3 വള്ളികളാണ്. അപ്പോൾ ആ വള്ളികൾ ഇതിൻ്റെ 3 സൈഡിലായിട്ട് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നോക്കിയിട്ട് അതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരേ ലെങ്ത്തിലുള്ള വള്ളികൾ എടുക്കുക, ഇത്തിരി ബലമുള്ള വള്ളികളായിരിക്കണം. ഇതിപ്പോൾ നമ്മുടെ റിബൺ 2 ഇഴയിൽ ഞാൻ എടുത്തിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ നീങ്ങാണ്ട് കറക്റ്റായിട്ട് ഇരുന്നോളും. പിന്നെ നമുക്ക് ഈ ഒരു റിബണിൻ്റെ തുമ്പത്തൂടെ 2 മണികളും കൂടെ ഞാൻ പുറത്തിട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. കുറച്ചൊരു ഭംഗിയുണ്ടാവും. പിന്നെ ഈ ഒരു റിബൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇങ്ങനെ തെറ്റിപ്പോവാണ്ടിരിക്കുകയും ചെയ്യും. ഇനി കുറച്ച് സ്പേസ് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒരു റിബണും കൂടി കെട്ടാം. അങ്ങനെ 3 എണ്ണം ടോട്ടലായിട്ട് ഞാൻ കെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു സ്പേസ് കറക്റ്റ് എല്ലാം ഏകദേശം ഒരേപോലെ ഇരിക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ ഇതുപോലത്തെ മണിയില്ലെങ്കിൽ വെറുതെ ആ ഭാഗത്തും കൂടെ ചെറിയ നൂലുകൊണ്ടൊന്ന് കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ആ 2 ഇഴകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാണ്ടിരുന്നോളും. ഇനി ഇതേ 3ാമത്തെ വള്ളിയും കൂടെ ഞാൻ ഏകദേശം ഒരേ സ്പേസ് തന്നെ നോക്കിയിട്ട് ഇട്ടിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. ഇനി വേണ്ടത് ഇതുപോലത്തെ ക്ലോത്ത് ക്ലിപ്പാണ്. അപ്പോൾ ക്ലോത്ത് ക്ലിപ്പോ അല്ലെങ്കിൽ കൊളുത്ത് പോലത്തെ കൊളുത്ത് ഉണ്ടെങ്കിൽ അതായാലും മതി. കണ്ടോ, ഇതിൻ്റെ ആ ഒരു കമ്പിയുടെ ഉള്ളിൽ കൂടെ ഞാനിങ്ങനെ ചെറുതായിട്ട് നൂല് കോർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വുളൻ്റെ ത്രെഡാണ്. ഇങ്ങനത്തെ നൂല് വേണമെന്നൊന്നുമില്ല, ചെറിയ കയറുണ്ടെങ്കിൽ അതായാലും മതി. വണ്ണം കുറഞ്ഞതില്ലേ അങ്ങനത്തെ, അല്ലെങ്കിൽ ടാങ്കീസോ എന്തായാലും മതി കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ ഇത് ഈ ഒരു ഫാനിൻ്റെ ആ ഒരു സൈഡിൽ കെട്ടിക്കൊടുക്കാം. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് ശരിക്കും നിൽക്കുന്ന ആ ഒരു രീതിയിൽ അത്യാവശ്യം വലുപ്പത്തിൽ, കുറച്ച് വല്ലാണ്ട് ഇങ്ങനെ ടൈറ്റിൽ കെട്ടരുത് കേട്ടോ, കുറച്ചിങ്ങനെ തൂങ്ങി നിൽക്കുന്ന രീതിയിലായിട്ട് കെട്ടിക്കൊടുക്കുക, നല്ല ഉറപ്പിച്ച് കെട്ടിക്കൊടുക്കുക. നിങ്ങളുടെ ഒരു ആവശ്യത്തിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ഇതുപോലത്തെ ക്ലിപ്പുകൾ കെട്ടി കൊടുക്കാം. ഞാനിപ്പോൾ ഉൾഭാഗത്തും ഇങ്ങനെ കെട്ടുന്നുണ്ട് ഒരു 4 എണ്ണം. അപ്പോൾ റൗണ്ടിലും കെട്ടാം, പിന്നെ ഉള്ളിലും ഇതുപോലത്തെ, ഉള്ളിൽ കുറച്ചധികം സ്ഥലം ഉണ്ടല്ലോ അവിടെയും ഇതുപോലെ കോർത്തിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഫാനിൻ്റെ ആ ഒരു എഴുത്ത് കണ്ടാന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒട്ടിക്കുകയോ അല്ലെങ്കിൽ വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതൊന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ല, വളരെ സിമ്പിളായിട്ടൊരു ഐഡിയ ആണ്. ഇപ്പോൾ ഇതേ 4 എണ്ണമായിട്ട് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചുറ്റും ഒരു 7-8 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്പർ കൊടുക്കാം കേട്ടോ. ഈ വള്ളികൾ ഇങ്ങനെ അകന്ന് പോകാണ്ടിരിക്കാൻ ഞാൻ ഉള്ളിൽ ഇങ്ങനെ ഒരു വളയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നിട്ടോ. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി പിടിച്ചിട്ട് മുകളിലൊന്ന് കെട്ടി കൊടുക്കുക. നമുക്ക് വേറൊരു വള എടുത്തിട്ട് കെട്ടി കൊടുക്കുക. അപ്പോൾ വള വേണമെന്നില്ല, എന്തെങ്കിലും കമ്പി വളച്ചതോ എന്തെങ്കിലും റൗണ്ടിലുള്ളൊരു സംഭവം എടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ടൊരു വൃത്തിക്കൊരു വള എടുത്തു എന്നേ ഉള്ളൂ.
ഇനി നിങ്ങൾക്കിത് തൂക്കിടാനായിട്ട് ഇതുപോലത്തെ എസ്കൊളുത്ത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ കമ്പിവള ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് വളച്ചിട്ട് എസ് പോലെ ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ കുളത്തുണ്ട്, അതാണ് ഞാനിപ്പോൾ ചെയ്യണത്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു അറ്റത്ത് ഇങ്ങനെ തുണി പോലെ നിൽക്കണില്ലേ, ആ ഒരു വള്ളി, അതിൻ്റെ ഭാഗത്ത് കുറച്ച് ഇങ്ങനെ സെല്ലോട്ടെ പൊട്ടിച്ചിട്ട് ആ വളയോട് ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ആക്കി കൊടുത്താണ്, ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട്. കണ്ടോ, ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഇടയിലൊക്കെ ഇങ്ങനെ എസ്കൊളുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എസ്കൊളുത്ത് ഉണ്ടെങ്കിൽ സുഖമാണ്, കുറേ എണ്ണം ഇങ്ങനെ ഗ്രില്ലല്ലേ, നമുക്ക് എവിടെ ആണെങ്കിലും കൊളുത്തിയിടാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ആ ഒരു റൂമിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ വെള്ളമൊക്കെ പോയ ശേഷം ഇതുപോലെ ഇടുകയാണെങ്കിൽ ആ ഫാനൊക്കെ കൊണ്ടിട്ട് ഫുള്ള് തുണികളും ചെറിയ ചെറുതൊക്കെ ഉണങ്ങി കിട്ടും. നല്ല സിമ്പിളായിട്ട് നമുക്ക് റൂമിലൊക്കെ ഇങ്ങനെ ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. ആ രാത്രി സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും ഉണങ്ങിയിട്ടുണ്ടാവും. കണ്ടില്ലേ, ഇതുപോലത്തെ കുളത്തിൽ നമുക്ക് ചെറുതൊക്കെ ഇങ്ങനെ തൂക്കിയിടാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയ്ക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ബാക്കിലുള്ള ഒരു ഗ്രില്ല് കൂടെ നമുക്ക് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു ഫാൻ കൊണ്ട് 2 എണ്ണം ഇതുപോലെ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആവില്ലേ, നമ്മൾ എന്തെങ്കിലും വെറുതെ കളയുന്നതല്ലേ. ഇതെനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നൊരു ഐഡിയ ആണ്. അപ്പോൾ ഈ വീഡിയോ ഒന്നല്ല ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും ഇത് തോന്നിയപ്പോൾ വിചാരിച്ചു, ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫാൻ വീട്ടിലുണ്ടെങ്കിൽ ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ ഇനി എപ്പോഴെങ്കിലുമൊക്കെ കേടാവുമ്പോഴായാലും ഇത് ഒന്ന് ആലോചിച്ചിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരാൻ മടിക്കരുത്. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടിപ്സും ഇതുപോലത്തെ ഐഡിയാസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ടല്ലോ. അവർ കുറേ പേരൊക്കെ പറയാറുണ്ട്, ഞാൻ ഒറ്റ ഇരിപ്പിന് ചേച്ചിയുടെ 10 വീഡിയോ കണ്ടു, ഒരുപാട് വീഡിയോസ് കണ്ടു എന്നൊക്കെ. അപ്പോൾ വായിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എല്ലാ കമൻസിനും എനിക്ക് റിപ്ലൈ തരാൻ പറ്റാറില്ല, അത്രയ്ക്കധികം കമൻസ് ഉണ്ട്. പിന്നെ കുറേയൊക്കെ ഫോണൊക്കെ സ്ട്രക്കാവും, പിന്നെ അതുപോലെ നെറ്റാണെങ്കിൽ ഇപ്പോൾ റേഞ്ച് ഇല്ല, അതുകൊണ്ടൊക്കെയാണ്. പക്ഷേ ഞാൻ എല്ലാ കമൻസും വായിക്കാറുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. അതാണ് പിന്നെയും നമുക്ക് ഇതുപോലത്തെ ഐഡിയാസൊക്കെ ചെയ്യാനുള്ളൊരു എനർജി എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്നും കൂടി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനില്ലേ നമ്മുടെ ചന്ദനത്തിരിയുടെ ഒഴിഞ്ഞിട്ടുള്ള ആ ഒരു പാക്കറ്റില്ലേ, അത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി ആ ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് അത് അപ്ലോഡ് ചെയ്തത്, അധികം പേരൊന്നും കണ്ടിട്ടില്ല അത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, പിന്നെ കമൻറ്റായിട്ട് പിൻ ചെയ്ത് ഇടുകയും ചെയ്യാം. നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. എന്തായാലും ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടപ്പെടും. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ക്രാഫ്റ്റാണ് അത്, അതുകൊണ്ടാണ്. പിന്നെ ഹായ് വീഡിയോ ഞാൻ സൺഡേ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹായ് പറയാനുള്ളവരൊക്കെ താഴെ കമൻറ്റ് ഇട്ടോ. ഞാൻ എല്ലാവർക്കും ഉള്ള ഹായ് ആയിട്ട് സൺഡേ വരാം. നമ്മളെല്ലാ വീഡിയോയിലും ഹായ് ഹായ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ പറയാത്തത്. എല്ലാം കൂടെ ഒന്നിച്ച് സൺഡേ ഒരു കുഞ്ഞ് ക്രാഫ്റ്റും ചെയ്യാം, പിന്നെ ഹായും പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ എന്തായാലും ഞാൻ സൺഡേ തന്നെ ഹായ് വീഡിയോ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ. ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അപ്പോൾ പിന്നെ പ്രാർത്ഥനാസ് വേൾഡ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാമേ. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്